കക്കാനൊക്കെ കയറിയിട്ടുള്ളത് നിങ്ങളെ ഇതുവരെ ഒരിക്കലും മറക്കാത്ത അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്? ഇപ്പൊ മുട്ടം വീടാണ്. അപ്പൊ വീട്ടിൽ തിരക്കപ്പോഴൊക്കെ കുറെ നമുക്കറിയാം ഈ വടി ചേർത്ത് ഇട്ടിട്ട് ഒരു ഏണി പോലെ ഉണ്ടാക്കും. ഇതിലും ചാരി വെച്ച് മുകളിലേക്ക് കയറി പിന്നെ 3 മണിക്ക് നോക്കിയിട്ട് ഒരു ചാട്ടം കൊടുത്തു. ഇപ്പൊ വിശപ്പുള്ളതുകൊണ്ട്, വിശപ്പല്ല കൊതി ഉള്ളതുകൊണ്ട് ഇപ്പൊ വേദനയൊന്നും നമ്മൾ നോക്കൂല. ഒരു ഇരുമ്പിന്റെ ഒരു ചെറിയ പീസ് അത് വെച്ച് നമ്മൾ തള്ളി അത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കി. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് ബാക്കിൽ അടുക്കളയിലെ ഗ്രില്ല് തുറന്നു അടുക്കളയിൽ കയറി 10 പാത്രങ്ങൾ ഇങ്ങനെ അടച്ചടച്ച് വെച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം. എന്താ 8-10 പാത്രങ്ങൾ അടച്ചു വെച്ചിട്ടുള്ളത് ഈ മലബാർ ഭാഗത്ത് വലിയ അതിശയമുള്ള കാര്യമല്ല. പക്ഷെ ഇപ്പൊ ടെൻഷൻ എന്താ, സിനിമ കഥ പോലെ ഇതെന്താ, പാത്രം 8-10 സമയം 1 മണിക്കൂർ. അത് വീടാന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടി എത്ര നേരം ഉറങ്ങുമെന്ന് നമുക്കറിയില്ല. നമ്മൾ തിന്ന് നമ്മുടെ വിഷം മാറ്റുമ്പോഴേക്കും പട്ടിയുടെ വിഷം മാറ്റുമ്പോൾ നമുക്കറിയില്ലല്ലോ. അപ്പൊ ഇതെല്ലാം കൂടി ഇത് ഒരു പാത്രം തുറന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ പൂത്തേറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ പൂത്തേറിയില്ല കേട്ടോ. രാമന്തളി പൂത്തേറി കേട്ടിട്ടുണ്ടാ, നല്ല കുരുമുളക് അരച്ച് പെരട്ടിട്ട് രാമന്തളി പൂത്തേറി എന്ന് പറഞ്ഞാല് വായിൽ വെക്കുമ്പോഴേക്കും അലിഞ്ഞു പോകും. എന്നിട്ട് ഇങ്ങനെ ആ അരപ്പൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ തിളയ്ക്കുമ്പോഴേക്കും ശരിക്കും ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ഇങ്ങനെ കഷ്ണത്തുമ്പോൾ ഇങ്ങനെ അരപ്പിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണമെന്നൊക്കെയാണ് ഒരു വറുത്തരച്ചതിൻ്റെ മണവും. എന്താ ഒരു രക്ഷയില്ല. ഒന്ന് തുറന്ന് നോക്കി രാമന്തളി പൂത്തേറി. ആ കൈ ചൂട് പിന്നെ ഈ ആവിയിൽ വരുന്ന മസാലയുടെ മണം എന്നിട്ട് അത് അരച്ച് തുറന്ന് നോക്കിയപ്പോൾ നല്ല അയില കുരുമുളകിട്ട് വറ്റിച്ചത്. അടുത്തത് തുറന്ന് നോക്കിയപ്പോൾ നല്ല തെരണ്ടി. എന്താന്ന് പറയും, ഒരു സൈഡിൽ പലഹാരങ്ങൾ, പനിനീർപ്പെട്ടി, അത് ഇത് പറഞ്ഞിട്ട് ഒരു സൈഡിൽ പലഹാരങ്ങൾ. ഒരു വീട്ടില് നമ്മളിപ്പോ ഹോട്ടലിൽ പോയല്ലേ, വീടുകളില് ഹോട്ടലിൽ അത് പോട്ടെ, പിന്നെ